നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ് ബട്ടൂരാസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 250 മില്ലിയുടെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് മൈദയിലേക്ക് നമുക്കൊരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കണം. വറുത്ത റവയൊന്നുമല്ല, സാധാരണ റവയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. തൈരോ അല്ലെങ്കിൽ യോഗട്ടോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇച്ചിരി വാം വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇളം ചൂടുവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ടതാണല്ലോ, ഇതൊന്ന് പൊങ്ങി വരുന്ന വരെ നമുക്കൊരു 2-3 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ പൊങ്ങാൻ വെക്കാൻ. ചൂടുള്ള സമയമാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊങ്ങി കിട്ടും. എനിക്കിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടൂരയുടെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ പല ഷേപ്പിലും ഇത് കാണാറുണ്ട്. ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലും ഒക്കെ ഇത് പരത്തിയെടുക്കുന്നത് കാണാറുണ്ട്. അപ്പം ഞാനിവിടെ ഒന്ന് ഓവൽ ഷേപ്പിൽ ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെയാണല്ലോ കിട്ടാറ്. പിന്നെ ഇത് പരത്തുമ്പം ശ്രദ്ധിക്കുക, ഒത്തിരി നേരിയതായിട്ട് പരത്താൻ പാടില്ല. അപ്പം നമ്മുടെ ബട്ടൂരാസ് ഒരുപാട് ക്രിസ്പി ആയിപ്പോവും. ഇച്ചിരി തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ പരത്തുന്നത്. നമ്മൾ മൈദ ഇട്ടിട്ട് പരത്തുമ്പോൾ ഈ എണ്ണയിലൊക്കെ ഈ മൈദ വീണ് ആകെ നാശമാവും. അതുകൊണ്ട് ഒരു ഇച്ചിരി ഓയിൽ ഇട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബട്ടൂര ഞാൻ ഓവൽ ഷേപ്പിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിങ്ങനെ പഫായിട്ട് വരുമ്പം ആ പഫായി വരുന്ന ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ ഇതിങ്ങനെ പഫായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് നേരം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും ഇത് വെക്കണ്ട. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടൂരാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പഫി ആയിട്ട് വരും ഇത്. അങ്ങനെ നമ്മുടെ എല്ലാ ബട്ടൂരാസും ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം ഇങ്ങനെ പഫായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്ത ബട്ടൂരാസ് കാണിച്ചു തരാം. ഇപ്പോഴും നല്ല പഫി ആയിട്ട് തന്നെയാണുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ ആകാവശം. ഔട്ടർ ലെയർ ഒരു ഇച്ചിരി ക്രിസ്പിയാണ്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല പോക്കറ്റ് പോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു ബ്രെഡിൻ്റെ ഒക്കെ ടെക്സ്ചറാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാലും ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ ബട്ടൂരയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ചന മസാലയാണ്. അപ്പോൾ ഈ ചനയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.